السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، حمدا كثيرا طيبا مباركا فيه. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اتقوا الله عباد الله، اوصيكم وإياي بتقوى الله. ബഹുമാന്യരായ രക്ഷിതാക്കളെ, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, വിദ്യാർത്ഥികളെ, അർഹമർ റഹീമീനായ റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഇരുത്തത്തെ, സംസാരത്തെ, കേൾവിയെ ഒരു സാലിഹായ സൽക്കർമ്മമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ പാപങ്ങളൊക്കെ പുറത്ത് മാപ്പ് നൽകുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ ദീൻ ശരിയായ രീതിയിൽ അത് മനസ്സിലാക്കാനും അത് ഉൾക്കൊണ്ട് പ്രവർത്തിക്കാനും അങ്ങനെ ഇരു ലോകവും രക്ഷപ്പെടാനും അള്ളാഹു നമുക്കൊക്കെ തൗഫീക്ക് നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മൾ തുടർ ക്ലാസ്സുകൾ റമദാന് മുമ്പ് നമ്മൾ അവസാനിപ്പിച്ചതാണ്. അള്ളാന്റെ ഖദർ അൽഹംദുലില്ലാഹ് ശേഷം നമ്മളിപ്പോൾ ആരംഭിക്കണം. ഇൻഷാ അല്ലാഹ് ഞാൻ ആഗ്രഹിക്കുന്നത് കൂടുതൽ തൗഹീദുമായി ബന്ധപ്പെട്ട ചില ചർച്ചകൾ നിലനിൽക്കുന്നു എന്നതിനാൽ 39-ാമത്തെ അധ്യായം സൂറത്തു സുമർ വളരെ വിശാലമായ വിഷയങ്ങൾ പ്രതിപാദിക്കുന്ന ഒരു സൂറത്താണ് സൂറത്തു സുമർ. ഈ സൂറത്തു സുമർ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നമ്മൾ പലപ്പോഴും കൊണ്ടു നടക്കുന്നൊരു സൂറത്ത് കൂടിയാണ് തൗഹീദ്. ഈ സൂറത്തിലെ ഒരു ഇതിവൃത്തം അതാണ്. ഇതിലെ പ്രധാനപ്പെട്ട പ്രതിപാദ്യ വിഷയം തൗഹീദാണ്. അള്ളാഹുവിന് ഏകനാക്കാനും ഇബാദത്തുകൾ അവന് മാത്രം നിഷ്കളങ്കമാക്കാനും ശിർക്കിനെ ഉപേക്ഷിക്കാനുമുള്ള ക്ഷണമാണ് ഈ സൂറത്ത് നമുക്ക് നൽകുന്നത്. അള്ളാഹു മുവഹിദായി ജീവിച്ച് മുവഹിദായി മരിക്കാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. നമുക്ക് ഇൻഷാ അല്ലാഹ് ഓതിയിട്ട് അതിന്റെ വിശദാംശങ്ങളിലേക്ക് വരാം. കിട്ടിയ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. تنزيل الكتاب من الله العزيز الحكيم. تنزيل الكتاب من الله العزيز الحكيم. إنا أنزلنا إليك الكتاب بالحق فاعبد الله مخلصا له الدين. أنزلنا إليك الكتاب بالحق فاعبد الله مخلصا له الدين. ألا لله الدين الخالص
والذين اتخذوا من دونه أولياء ما نعبدهم إلا ليقربونا إلى الله زلفى ما نعبدهم إلا ليقربونا إلى الله زلفى إن الله يحكم بينهم فيما هم فيه يختلفون والذين اتخذوا من دونه أولياء ما نعبدهم إلا ليقربونا إلى الله زلفى إن الله يحكم بينهم فيما هم فيه يختلفون إن الله لا يهدي من هو كاذب كفار لو أراد الله أن يتخذ ولدا لاصطفى مما يخلق ما يشاء سبحانه هو الله الواحد القهار ما شاء الله بارك الله فيكم جميعا ഇതിങ്ങനെ നമ്മൾ നിരന്തരം ഓതിക്കൊണ്ടിരുന്നാൽ ഇൻഷാ അല്ലാഹ് അള്ളാന്റെ തൗഫീഖ് കൊണ്ട് അത് നമുക്ക് ഹിഫ്ളാവും. അപ്പം നമ്മൾ വെറും 4 ആയത്ത് എടുത്തിട്ടുള്ളൂ. പറ്റുകയാണെങ്കിൽ ഈ 4 ആയത്തൊന്ന് വിശദീകരിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. കുറച്ച് ചുരുക്കിയിട്ട് വല്ലാതെ വിശാലായി പോകാതെ ഇൻഷാ അല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. നമ്മളെപ്പോൾ ഖുർആൻ ഓതുമ്പോഴും നിർബന്ധമായി നമ്മൾ ശീലിക്കുന്ന ഒന്നാണെന്ത്? ഫഇദാ ഖറഅതൽ ഖുർആന ഫസ്തഇദ് ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഇടയിന്നൊക്കെ ഓതുമ്പോൾ നമ്മൾ ബിസ്മില്ലാ ഓതുക, പിന്നെ അഊദു ഓതുക അല്ലേ? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ എന്താ? അഊദു, ഞാൻ അഭയം തേടുന്നു, ശരണം തേടുന്നു. ഇസ്തിആദത്താണ്. ആരെ കൊണ്ടാണ് ശരണം തേടുന്നത്? ബില്ലാ, അള്ളാഹുവിനെ കൊണ്ടാണ്. എന്തിൽ നിന്നാ ശരണം തേടുന്നത്? മിനശ് ശൈത്താൻ, ശൈത്താനെ തൊട്ടാണ്. ആ ശൈത്താൻ എന്ന് പറഞ്ഞാൽ ആരാ? ശൈത്താനുൻ മാരിദ്, മോട്ടുകാട്ടുന്ന ധിക്കാരിയായ ശൈത്താനാണ്. ഇനി ആ ശൈത്താന്റെ വസഫ്, വിശേഷണം എന്താണ്? അർ-റജീം എന്നാണ്. റജീം എന്ന് പറഞ്ഞാൽ എന്താ? മലയാളത്തിൽ നമ്മൾ സാധാരണ റജീമിന് പറയാം ആട്ടപ്പെട്ട, എറിഞ്ഞോടിക്കപ്പെട്ട എന്നാണ്. റജ്മ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. റജ്മ്, ഒരാളെ എറിയുന്നതിന് റജ്മ് എന്ന് പറയും അല്ലെ? അപ്പൊ എറിഞ്ഞോടിച്ചു. ആരാ ഓടിച്ചത്? അല്ലാഹു സുബ്ഹാനഹു വ തആല. എന്തിൽ നിന്നാണ് ഓടിച്ചത്? റജീം എന്ന് പറഞ്ഞാൽ അൽ മൽഊനു വൽ മസ്തൂം എന്നാണ് തഫ്സീർ. മൽഊനാണ്, അവൻ ശപിക്കപ്പെട്ടവനാണ്. വൽ മസ്തൂം, അല്ലാഹു തആല ചീത്ത പറഞ്ഞ് ശപിച്ച് അവന്റെ റഹ്മത്തിൽ നിന്ന് ആട്ടിയകറ്റപ്പെട്ടവനാണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിൻ, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ റഹ്മത്തിൽ നിന്ന് ചീത്ത പറഞ്ഞ് ആട്ടിയോടിച്ച എന്റെ ഷർറിൽ നിന്ന് അള്ളാഹുവോട് ഞാൻ
കാവല് ചോദിക്കുന്നു. എന്തൊരു വിശാലമായ പദാണത്. മറ്റേത് നമ്മൾ അഊദുബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് പറഞ്ഞാൽ ശൈത്താന്റെ ചെറുന്ന് കാവൽ ചോദിക്കുന്നത്, അതിനത്ര വ്യാപ്തിയില്ല. എവിടുന്നാണ് ശൈത്താൻ അള്ളാഹ് ഓടിച്ചത്? ഓന്റെ റഹ്മത്തിൽ നിന്നാണ്. എങ്ങനെ ഓടിച്ചത്? ചീത്ത പറഞ്ഞിട്ടാണ്. എങ്ങനെ? ആട്ടി ഓടിച്ചു. അത്ര ധിക്കാരിയാണ് അവൻ. അവന്റെ ഷർറിൽ നിന്നാണ് നമ്മൾ അള്ളാഹുവിനോട് കാവല് ചോദിക്കുന്നത്. അങ്ങനെ ഓതുമ്പോഴേ കൃത്യമായിട്ട് ഓതാൻ പറ്റൂ. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മളൊക്കെ എത്ര ഓതാനിരുന്നിട്ടുണ്ട് കഴിഞ്ഞ മാസമൊക്കെ. ഓത്തിന് തുടങ്ങി കുറച്ച് കഴിയുമ്പോഴേക്കും ഉറക്കം നമ്മെ അതിജയിക്കും, അല്ലെങ്കിൽ മടുപ്പ് വരും, അല്ലെങ്കിൽ ഒരു അലസത ഉണ്ടാവും, അല്ലെങ്കിൽ അശ്രദ്ധരാവും. എന്തുകൊണ്ടാണ്? ശൈത്താൻ സമ്മതിക്കൂല, അള്ളാഹുവിന്റെ ഖുർആൻ ഓതാൻ സമ്മതിക്കൂല. അതുകൊണ്ടാണ് ഇത് ശരിക്കും മനസ്സിലാക്കിയിട്ട് നമ്മൾ ഇസ്തിആദ നടത്തിയാൽ, ഇസ്തിആദത്ത് അള്ളാഹിനോടാണല്ലോ, അഭയത്തേട്ടം. ആ അഭയത്തേട്ടത്തിൽ പെട്ടതാണത്. ഇതിന്റെ തന്നെ വിവിധ രീതികളുണ്ട്. അഊദു ബില്ലാഹി സമീഉൽ അലീമി മിനശ് ശൈത്താനിർ റജീം മിൻ ഹംസിഹി വനഫ്ഖിഹി വനഫഥി. അങ്ങനെയുണ്ട്. അഊദു ബില്ലാഹി സമീഉൽ അലീമി മിനശ് ശൈത്താനിർ റജീം ഉണ്ട്. ഇപ്പൊ നമ്മൾ സാധാരണ ഓതുന്ന പോലെ അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്നുണ്ട്. അതാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കാറ്. ഇതിൽ ഏത് ഉപയോഗിക്കാം? അല്ലാഹു സുബ്ഹാനഹു വ തആല ശൈത്താന്റെ ശർറിൽ നമ്മളൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പിന്നീട് നമ്മൾ പറയുന്നത് എന്താണ്? നമ്മളിവിടെ പലപ്പോഴും പഠിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് ഫാത്തിഹ പഠിച്ചപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാ, അതൊരു അഭയത്തേട്ടമാണ്. അള്ളാഹുവിന്റെ നാമത്തിൽ. അള്ളാഹുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ നാമത്തിൽ ഒന്നാമത്തത് അള്ളയാണ്. അവന്റെ ദാത്തിൽ തന്നെയുള്ള നാമമാണ്. അള്ളാന്റെ നാമത്തിൽ എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് അള്ള എത്ര നാമം നിശ്ചയിച്ചിട്ടുണ്ടോ ആ നാമങ്ങൾ മുഴുവനും മുൻനിർത്തിയിട്ടാണ്. വെറും അള്ളാന്റെ നാമത്തിൽ നിന്ന് അള്ളാഹ് എന്ന നാമത്തെ മാത്രമല്ല, അള്ളാഹ്ക്ക് എത്ര നാമമുണ്ട്? അള്ളാഹുവിന്റെ നാമത്തെക്കുറിച്ച് ഹദീത്തിൽ വന്നു 99. തീർന്നോ? ഇല്ല. അള്ളാന്റെ നാമം എത്രയെന്ന് അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ. അതാണ് അല്ലാഹുമ്മ ഇന്നി അബ്ദുക ഇബ്നു അബ്ദിക ഇബ്നു അമതിക നാസിയതി ബിയദിക മാളിൻ ഫിയ ഹുക്മുക അദ്ലുൻ ഫിയ ഖളാഉക അസ്അലുക ബികുല്ലി ഇസ്മിൻ ഹുവ ലക. ആ ഹദീത്തിൽ അതാണ്. എന്താ പ്രാർത്ഥനയിൽ? നിന്റെ നാമത്തെ മുഴുവനും നിർത്തി നിന്നോട് ചോദിക്കുന്നു. എത്ര അള്ളാന്റെ നാമം? വല്ലാഹു അഅലം. അള്ളാഹ്ക്കേ അറിയുള്ളൂ. അള്ളാഹുവിന്റെ നാമം എത്രയെന്ന് അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ. അപ്പൊ ബിസ്മില്ലാ എന്ന് പറയുമ്പോൾ ആ നാമങ്ങളെ മുഴുവനും മുൻനിർത്തിയിട്ട് അള്ളാഹുവിനോട് ചോദിക്കാൻ കാവല്. അതും കാവൽ തട്ടമാണ്. എന്താ ചോദിക്കുന്നത്? ബിസ്മില്ലാ, എന്നിട്ട് അർ റഹ്മാനിർ റഹീം. വീണ്ടും അള്ളാന്റെ 2 നാമങ്ങൾ ഇവിടെ പറയാണ്. അത് 2 വിശേഷണങ്ങൾ കൂടിയാണ്. ഒന്ന് റഹ്മാൻ, മറ്റൊന്ന് റഹീം. നമ്മൾ മുമ്പ് ഇവിടെ വിസ്തരിച്ച് പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ വിശാലമായിട്ട് പോണില്ല. എന്താ റഹ്മാൻ? റഹ്മാൻ എന്ന് പറഞ്ഞാൽ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ. എന്റെ മക്കള് ശരിക്കും ശ്രദ്ധിക്കണം, നിങ്ങൾ ഹിഫ്ളാക്കേണ്ട വരി അതൊക്കെ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറഞ്ഞു, റഹ്മാൻ എന്ന് പറഞ്ഞാൽ റഹ്മാനുൻ ഫിദ് ദുനിയ. എന്താണ് റഹ്മാൻ എന്ന് പറഞ്ഞാൽ? പറയും. റഹ്മാനുൻ ഫിദ് ദുനിയ, ദുനിയാവിൽ അള്ളാഹുവിന് വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഒരുപോലെ ഗുണം ചൊരിയുന്നവൻ. അള്ളാഹിനെ അംഗീകരിച്ചവർക്കും ഗുണം ചൊരിയും, അള്ളാഹിനെ നിഷേധിച്ചവർക്കും ഗുണം ചെയ്യും. അതാണ് റഹ്മാൻ. എന്നാൽ റഹീം എന്ന് പറഞ്ഞാൽ എന്താ? ഇബ്നു അബ്ബാസ് എന്ന് പറയുന്നത് റഹീമുൻ ഫിൽ ആഖിറ. എന്താണ്? റഹീമുൻ ഫിൽ ആഖിറ. റഹ്മാൻ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? റഹ്മാനുൻ ഫിദ് ദുനിയ. റഹീം എന്ന് പറഞ്ഞാൽ റഹീമുൻ ഫിൽ ആഖിറ. എന്താ റഹീമുൻ ഫിൽ ആഖിറ എന്ന് പറഞ്ഞാൽ? ഈ ദുനിയാവിൽ അള്ളാഹുവിന് വഴിപ്പെട്ട് കീഴൊതുങ്ങി മുസ്ലിമായി മുത്തഖിയായി മുഖ്ലിസായി ജീവിച്ച് മരിച്ച നാൾ അള്ളാന്റെ സ്വർഗത്തിലെത്തിയാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യം അവിടെ മേൽ ചൊരിയും. അതാണ് നമ്മൾ കഴിഞ്ഞൊരു ഖുത്ബയിൽ പറഞ്ഞു. എന്ത്? 99 കാരുണ്യത്തെയും അള്ളാഹു മാറ്റിവെച്ചു. എവിടേക്ക്? റഹീമാണ്. അവിടെ കിട്ടാനാണ്. നിങ്ങൾ ശരിക്ക് നമ്മളിതൊക്കെ ആലോചിച്ചിട്ട് ഖുർആൻ ഓതുമുണ്ടല്ലോ, ലോകത്ത് ഖുർആനിന്റെ അത്ര അനുഭൂതി വേറൊന്നിനുണ്ടാവില്ല. സ്വന്തം നമ്മുടെ മക്കളോട് കൊഞ്ചിക്കൊഴഞ്ഞിരിക്കുന്നത് പോലും, സംസാരിച്ചിരിക്കണ പോലും. ഞാൻ ഇന്ന് കണ്ട ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു യാദൃശ്യമായിട്ട് കണ്ട ഒരു ഇതെന്താ അറിയോ? ഒരു കുഞ്ഞിങ്ങനെ തന്റെ ഉപ്പാനെങ്ങനെ ചുണ്ടിങ്ങനെ കൊണ്ടിട്ട് ഉപ്പാന്റെ അടുത്ത് ഉമ്മോക്കാൻ പോകണം. വല്ലാത്തൊരു കുളിര് മനസ്സിൽ തോന്നുന്ന ചിത്രം. ഒരു ചെറിയ കുഞ്ഞ് ഉപ്പാക്ക് ഉമ്മ കൊടുക്കാൻ, മുത്തം കൊടുക്കാൻ, മനസ്സിന് വല്ലാത്ത കുളിര് തോന്നുന്ന കാഴ്ച. പക്ഷെ അതിലേറെ വലിയ കുളിരെന്താ? അതിലേറെ വലിയ കുളിരെന്താ? അള്ളാന്റെ ഖുർആനാണ്. ഇപ്പൊ നിങ്ങൾ ആലോചിക്കും, മഗ്‌രിബിന് നമ്മളെ കുട്ടി അവനങ്ങനെ ഖുർആൻ ഓതി, അതിനകത്ത് പ്രത്യേകിച്ച് അത് റഹ്മത്തുൻ വശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ എന്ന് പറഞ്ഞു.
അതൊക്കെ ശരിക്ക് അതിന്റെ മആനി മനസ്സിലാക്കുമ്പോണ്ടല്ലോ ഖൽബിൽ തട്ടാണ്. ഒരു ഉമ്മയിൽ നിന്നൊരു മകന് കിട്ടാത്തത്ര അനുഭൂതി, ഒരു ബാപ്പയിൽ നിന്നൊരു മോന് കിട്ടാത്തത്ര അനുഭൂതി അള്ളാന്റെ കിതാബ് നമുക്ക് കിട്ടണം. അൽഹംദുലില്ലാഹ്, അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഇത് മനസ്സിലാക്കി അറിഞ്ഞു ഒതുമ്പോഴാണ്. അതുകൊണ്ടാണ് നമ്മൾ ഖുർആന്റെ തഫ്സീർ പഠിക്കണത്, ഖുർആന്റെ മആനി പഠിക്കണത്. അള്ളാഹു നമുക്കതിൽ ബർക്കത്ത് ചൊരിയുമാറാകട്ടെ. ശരി, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ അപ്പൊ എന്താ അർത്ഥം? അപ്പൊ എങ്ങനെ അർത്ഥം വെക്കാം? അള്ളാഹുവിന് വഴിപ്പെട്ടവർക്ക് മാത്രം പരലോകത്ത് ഗുണം ചൊരിയുന്ന, അള്ളാഹുവിന് വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഒരുപോലെ ദുനിയാവിൽ ഗുണം ചൊരിയുന്നവനായ അള്ളാഹുവിന്റെ നാമത്തിൽ നിന്നാണ്. സ്വിച്ചിന്റെ മലയാളം എന്ന് പറഞ്ഞാൽ നിങ്ങള് സ്വിച്ചിന്റെ മലയാളം എന്താ? സ്വിച്ച് എന്ന് പറഞ്ഞാൽ എളുപ്പമാണ്. മലയാളത്തിലോ ഞാൻ എവിടെ വായിച്ചിട്ടുണ്ട്? വൈദ്യുത ഗമനാഗമന നിയന്ത്രണ സംവിധാനം. അതന്നെ പൂർണ്ണമാണെന്ന് എനിക്കറിയില്ല, അല്ലെ? തമാശയായിട്ട് പറയാറുണ്ട്. പക്ഷെ ഇത് നമ്മൾ ഗൗരവത്തിൽ റഹീം നമ്മൾ പഠിച്ചു. പരമകാരുണികനും കരുണാനിധിയുമായ അയാള് മരിച്ചുപോയി. കരുണാനിധി തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രിയായിരുന്നു. അതിലൊതുങ്ങോ? അതിൽ പതൊതുങ്ങൂല. റഹീം എന്ന് പറഞ്ഞാൽ അത് വിശാലമാണ്, അത്ര കാരുണ്യം. വറഹ്മതി വസിഅത് കുല്ല ശൈ. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നിട്ട് പിന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നത് ഒന്നാമത്തെ ആയത്തിൽ തൻസീലുൽ കിതാബി മിനല്ലാഹിൽ അസീസിൽ ഹകീം. അല്ലാഹു പറയാണ് തൻസീലു, നസല, തൻസീലു അവതരണം, ഇറക്കപ്പെട്ടത്. ഏതിന്റെ? അൽ കിതാബ, ഈ കിതാബിന്റെ. തൻസീൽ എന്ന് പറഞ്ഞാൽ അവതരണം. അൽ കിതാബ, ഈ കിതാബിന്റെ. ഏതാ ഈ കിതാബ്? ഏത് കിതാബാ? നമ്മുടെ കയ്യിലുള്ള കിതാബ്, നാം ഓതുന്ന കിതാബ്. അതേതാ? യഅനി അൽ ഖുർആൻ. അപ്പോ തൻസീലുൽ കിതാബ് എന്ന് പറഞ്ഞാൽ, കിതാബ് എന്ന് പറഞ്ഞാൽ ഖുർആനാണ്. ഖുർആനിന്റെ അവതരണം അതെവിടുന്ന? ഏതെങ്കിലും പൂർവീക സമുദായത്തിൽപ്പെട്ട ഏതെങ്കിലും സാഹിത്യകാരനിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കേട്ടിട്ട് എഴുതിച്ചതല്ല. ചില ആളുകൾ അങ്ങനെ ആരോപിച്ചിരുന്നു പണ്ട്. യഹൂദ റബ്ബിമാരിൽ നിന്ന്, നസാറാക്കളുടെ പുരോഹിതന്മാരിൽ നിന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കേട്ടിട്ട് പകർത്തി എഴുതിയ ഒരാശയം പിന്നെ നബിയുടെ വക എന്തൊക്കെയോ കൂട്ടി എഴുതി. ആണോ? അല്ല. തൻസീലുൽ കിതാബ്, ഈ ഖുർആനിന്റെ അവതരണം എവിടുന്നാണ്? മിനല്ലാഹ്. ഒരു സംശയത്തിനും വകുപ്പില്ലാതെ പറയാണ് മിനല്ലാഹ്, അല്ലാഹുവിങ്കൽ നിന്നാകുന്നു. ഇനി അള്ളാന്റെ വസഫ് പറയാണ്, വിശേഷണം പറയാണ്. അവൻ ആരാണ്? അൽ അസീസ്, അസീസായവനാണ്. അൽ ഹക്കീം, ഹക്കീമുമായവനാണ്. അപ്പോ ഈ ഗ്രന്ഥം അഥവാ ഖുർആനാകുന്ന ഈ ഗ്രന്ഥത്തിന്റെ അവതരണം 23 വർഷ കാലഘട്ടത്തിൽ പൂർത്തീകരിച്ച വിശുദ്ധ ഖുർആനിന്റെ അവതരണം, മക്കയിലും മദീനയിലുമായി ഇറക്കപ്പെട്ട ഖുർആനിന്റെ അവതരണം, വിവിധ സന്ദർഭങ്ങളിൽ വിവിധ സാഹചര്യങ്ങളിൽ അവതരിപ്പിക്കപ്പെട്ട മുഹ്കമും മുതശാബിഹും അടങ്ങിയിരിക്കുന്ന ഖുർആനിന്റെ അവതരണം അത് എവിടുന്നാണ്? അസീസും ഹക്കീമുമായ അല്ലാഹുവിങ്കൽ നിന്നുള്ളതാകുന്നു. അപ്പൊ ഇനി ഒരു സംശയത്തിനും വകല്ല, ഒരു സംശയത്തിനും വകയില്ല. നോക്കൂ നിങ്ങള്, ഇത്തരം പ്രയോഗം അള്ളാന്റെ കിതാബിൽ ധാരാളം കാണാം. ഇത്തരം പ്രയോഗം അള്ളാന്റെ കിതാബിൽ ധാരാളം കാണാം. ഞാൻ ഈ ആയത്തിന്റെ വിവരണത്തിലേക്ക് വരുന്നതിന് മുമ്പ് പ്രയോഗം മനസ്സിലാക്കാൻ വേണ്ടി മാത്രം, കാരണം പ്രയോഗം മനസ്സിലാക്കൽ വളരെ പ്രധാനമാണ്. അങ്ങനെയുണ്ടല്ലോ പ്രയോഗ രീതികൾ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതൊരു പ്രായോഗികത കൂടിയാണ്. ഈ സൂറത്ത് കഴിഞ്ഞിട്ട് തൊട്ട സൂറത്ത് ഗാഫിറാണ്. ആ സൂറത്തും കഴിഞ്ഞതിന് അടുത്ത സൂറത്ത് ഫുസ്സിലത്താണ്, 41-ാമത്തെ അധ്യായം. ആ 41-ാമത്തെ അധ്യായത്തിന്റെ തുടക്കത്തിൽ ഇതിനോട് സമാനമായൊരു പദം ഉപയോഗിക്കുന്നുണ്ട്. അവിടെ എന്താ ഉപയോഗിക്കണത് അറിയോ? ഹമീം തൻസീലും മിനർ റഹ്മാനിർ റഹീം. ഇവിടെ ഹക്കീമുൻ, പിന്നെന്താ പറഞ്ഞ? അസീസും ഹക്കീമും പറഞ്ഞു. അവിടെ റഹ്മാനും റഹീമാണ്. റഹ്മാനും റഹീമുമായ അള്ളാഹുവിന്റെ പക്കൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടത് എത്ര ഇതാണ്. കുറച്ചും കൂടി മുന്നോട്ട് അവിടുന്ന് ഇങ്ങനെ പോയി 42 ശൂറ, 43 സുഖ്റുഫ്, 44 ദുഖാൻ, 45 ജാസിയ, 46 സൂറത്തുൽ അഹ്കാഫ്. ഒരു 4 അധ്യായം അപ്പുറത്തേക്ക് എത്തുമ്പോ തുടക്കം ഇങ്ങനെ നിങ്ങള് ഹമീം
തൻസീലുൽ കിതാബി മിനല്ലാഹിൽ അസീസിൽ ഹകീം. ഒരു വ്യത്യാസമല്ല. എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഒരു വ്യത്യാസമല്ല. ഒരു ഹാമീം കൂടിയിട്ടുണ്ടെന്ന് മാത്രം. സെയിം. ഇങ്ങനെ ഖുർആനിൽ പല ഭാഗത്ത്, പല രീതിയിൽ, പല ശൈലിയിൽ ഇത് അല്ലാഹുവിങ്കിൽ നിന്നുള്ളതാണ്, ഇത് അള്ളാന്റെ അടുത്താണ്, ഇത് അല്ലാഹുവിൽ നിന്നിറങ്ങിയതാണ് എന്ന് ബോധിപ്പിക്കുന്ന, പിന്നെയും പിന്നെയും മനുഷ്യരുടെ മനസ്സിൽ ഉറപ്പിക്കുന്ന രീതിയിൽ അള്ളാഹുവിന്റെ കിതാബിൽ ഒരുപാട് സ്ഥലത്ത് കാണാൻ സാധിക്കും. നമുക്ക് പരിചയമുള്ള എത്ര സൂറത്തിലെ നിരങ്ങൾ. ഇപ്പോ വിശുദ്ധ ഖുർആന്റെ 25-ാമത്തെ അധ്യായം സൂറത്ത് ഫുർഖാന്റെ തുടക്കം ഇങ്ങനെയോ, തബാറകല്ലദീ നസ്സലൽ ഫുർഖാന അലാ അബ്ദിഹി ലിയകൂന ലിൽ ആലമീന നദീറ. തബാറക അനുഗ്രഹപൂർണനാകുന്നു, അല്ലദീ എങ്ങനത്തവനായ, നസ്സല ഇറക്കിയവൻ, അവതരിപ്പിച്ചവൻ. എന്താ ഇറക്കിയത്? അൽ ഫുർഖാൻ, ഫുർഖാനിനെ. എന്താ ഫുർഖാൻ? അൽ ഖുർആൻ, ഖുർആനിനെ. എവിടെ ഇറക്കിയത്? അലാ അബ്ദിഹി, തന്റെ ദാസന്റെ മേൽ. ആരാ ദാസൻ? യഅനി മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ആലോചിക്കും. അപ്പൊ മുഹമ്മദ് നബിക്ക് ആരാ ഇറക്കിയത്? അള്ളയാണ്. പൂർവികരുടെ കഥകൾ കേട്ടിട്ട് മുഹമ്മദ് നബി എഴുതിയതല്ല. ഇനിയിപ്പോ അങ്ങനെ ആരും പറഞ്ഞു വെച്ചിട്ട് അമ്മക്ക് അതിൽ വിശ്വാസമൊന്നുമില്ല, അത് മറ്റൊരു വിഷയം. പക്ഷെ അമ്മക്കൊരു ഉറപ്പ് വേണ്ടേ, തെളിവ് വേണ്ടേ, ദലീലുകളിലൂടെ മതം പഠിക്കണ്ടേ? അതുകൊണ്ട് മാത്രം ഞാൻ അത് പറഞ്ഞതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹക്കീമും അസീസും ഹക്കീമുമായ അള്ളാഹുവിൽ നിറക്കപ്പെട്ടതാകുന്നു. പ്രിയമുള്ളവർ, ഈ ആയത്തിൽ അള്ളാന്റെ എന്ന നാമത്തിന് പുറമെ 2 നാമം പഠിപ്പിക്കുന്നുണ്ട്. ഏതൊക്കെയാ നാമങ്ങൾ? മക്കൾ പറഞ്ഞേ. പൂട്ടി വെച്ചോ, കഴിഞ്ഞിട്ടില്ലേ, തുടങ്ങിയിട്ടുള്ളൂ. എന്ത് മനുഷ്യന്മാരകൾ! ഏതൊക്കെ നാമങ്ങൾ പറഞ്ഞേ? ഏതൊക്കെ പറയാ? അസീസ്, ഹക്കീം. മാഷാ അല്ലാഹ്, 2 നാമങ്ങൾ. അപ്പൊ നമ്മൾ എത്ര നാമം പഠിച്ചു? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അവിടെ 2 റഹ്മാനുർ റഹീം. പിന്നെ ഇവിടെ അല്ലാഹ് വേറെ, പിന്നെ അൽ അസീസ്, അൽ ഹക്കീം. അപ്പൊ നമുക്ക് ഇനി പ്രാർത്ഥിക്കുമ്പോ അല്ലാഹുമ്മ യാ അസീസ്, അല്ലാഹുമ്മ യാ ഹക്കീം, അല്ലാഹുമ്മ യാ റഹ്മാൻ, അല്ലാഹുമ്മ യാ റഹീം, അല്ലാഹുമ്മ യാ അല്ലാഹ്, അല്ലേ? അങ്ങനെ പ്രാർത്ഥിച്ചു. 5 നാമങ്ങൾ പഠിച്ചു. നിങ്ങൾ പഠിച്ചാൽ അതിന്റെ ഹൈറത്ര നിറങ്ങൾ. ഏത് നാമങ്ങൾ പഠിച്ച നമ്മള്? ഏതെങ്കിലും ക്ലബിലെ താരങ്ങളുടെ പേരാണോ? ആണോ? അല്ല. ആരെ പേരാ? പറയും മക്കളെ. നിങ്ങൾ ഇവിടെ ഇല്ലേ? പോയോ? അള്ളാന്റെ പേരാ പഠിച്ച്. അൽഹംദുലില്ലാ. ഏറ്റവും വലിയ അഭിമാനം അതാണ്. അള്ളാന്റെ പേരാ പഠിച്ച്. അൽഹംദുലില്ലാ. ഹക്കീമും അസീസുമായ. ഇവിടെ അസീസും ഹക്കീമുമായ അള്ളാഹുവിങ്കൽ നിന്നാണ് ഈ ഖുർആൻ നിങ്ങൾക്ക് ഇറക്കപ്പെടുന്നത് എന്നാണ്. ഈ ആയത്തിനെ വിരിക്കുമ്പോൾ മുഫസ്സിറുകൾ പറഞ്ഞത് കാണാം, അൽ കിതാബ് എന്ന് പറഞ്ഞാൽ അൽ ഖുർആൻ, ഒരു സംശയമില്ല. പിന്നെ മിനല്ലാ, എവിടുന്ന് ഇറങ്ങിയത്? അള്ളാന്റെ അടുത്ത് എന്ന് പറയുമ്പോൾ നസല മിൻ ഇൻദില്ലാ, നസല മിൻ ഇൻദില്ലാ, അള്ളാന്റെ അടുത്തുനിന്ന് അവതരിച്ചു എന്നാണ്. ഇത് ആരാ അവതരിപ്പിച്ചത്? ഹക്കീമും അസീസുമായവൻ, അല്ലെ? അസീസും ഹക്കീമുമായവൻ. എന്താണ് ശരിക്കും അസീസ് എന്ന് പറഞ്ഞാൽ? ഞാൻ ഇതിങ്ങനെ ആവർത്തിക്കണത്, ഇഖറാർ എന്തിനാന്ന് വെച്ചാല് തലയിൽ ഇതിങ്ങനെ നിൽക്കാൻ വേണ്ടി. ഹിഫ്ളിന്റെ രീതിയാണ് പണ്ടുണ്ടായിരുന്നത്. ഇപ്പോഴാണല്ലോ എത്തുകുത്തൊക്കെ ഉള്ളത്. പണ്ടൊക്കെ ഹിഫ്ളാണ്, പിന്നെ എഴുതിയേക്കണത് വേറെ ഉണ്ട്. ഹിഫ്ളിന്റെ രീതിക്ക് വേണ്ടിയിട്ടാണ്. എന്താണ് അസീസ് എന്ന് പറഞ്ഞാൽ? ചുരുക്കി മലയാളത്തിൽ ചുരുക്കി പറഞ്ഞാല് ആർക്കും പരാജയപ്പെടുത്തുക സാധ്യമല്ലാത്ത പ്രതാപവാൻ. അപ്പൊ അസീസ് പറഞ്ഞ എന്താ? ആർക്കും പരാജയപ്പെടുത്താൻ സാധ്യമല്ലാത്തവൻ. പറയും മക്കളെ, ആരാണ് അസീസ് പറഞ്ഞ? എന്താ? ഉറക്കെ പറയും. എല്ലാ വലിയ കുട്ടികളും പറയും, വലിയ കുട്ടികളൊക്കെ പറയും. എന്താ അസീസ് പറഞ്ഞാല്? ആർക്കും പരാജയപ്പെടുത്താൻ സാധ്യമാകാത്തവൻ. ഒന്നുകൂടി പറഞ്ഞു നോക്കാം. എന്താ അസീസ്? നിങ്ങൾ ആലോചിച്ചൊക്കെ, നമ്മൾ ആരില്ല തവക്കുലാക്കണത്? അസീസായ അള്ളാഹുവിലാണ്. ഇങ്ങനെ നാമങ്ങൾ പഠിക്കുമ്പോൾ നമുക്കതുകൊണ്ട് ഫായിദ ഉണ്ടാണത്. അല്ലാതെ ഏതോ ഒരു ചങ്ങാതി ഏതോ ഒരു സിനിമയിൽ പാട്ട് എഴുതിയിട്ട് ആ പാട്ട് ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ പാടിയിട്ട് കാര്യമില്ല. പിന്നെ ഓരോന്നും മനസ്സിലാക്കിക്കൊണ്ട് പാടണം, അല്ലെ? അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ അസീസ്. ഇനി രണ്ടാമത്തത് ഹക്കീം എന്ന് പറഞ്ഞ എന്താ? തന്റെ സൃഷ്ടിപ്പിലും വിധി നിർണയത്തിലും ശറഇലും മഹത്തരമായ ലക്ഷ്യമുള്ളവനാണ് അൽ ഹക്കീം. ഹക്കീം, ഹിക്മത്ത്. എല്ലാറ്റിലും അള്ളാഹ്ക്ക് എന്തുണ്ട്? കൃത്യമായ ഒരു ഹിക്മത്തുണ്ട്. ആ അള്ളാഹുവിങ്കിൽ നിന്നുള്ളതാകുന്നു ഈ വിശുദ്ധ ഖുർആൻ. അപ്പൊ നമുക്ക് നിങ്ങൾ 100%
ഒരു കൈകടത്തലുകൾക്കും വിധേയമാകാത്ത അള്ളാഹുവിന്റെ ഒരേ ഒരു ഗ്രന്ഥം, അതാണ് ഖുർആൻ. അൽഹംദുലില്ലാഹ്, അതാണ് ഇപ്പൊ നമ്മുടെ കയ്യിലുള്ളത്. ഖുർആൻ ആരിൽ നിന്നിറങ്ങിയതാ? അള്ളാഹുവിൽ നിന്നിറങ്ങിയതാ. ഈ ഖുർആൻ ആരിലേക്കാണ് ഇറങ്ങിയത്? പറയ്. മുഹമ്മദ് നബിയിലേക്കാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലേ? പരിശുദ്ധനായ അള്ളാഹുവിൽ നിന്ന് ലോകത്തിന്റെ നേതാവായ റഹ്മത്തുൽ ആലമീനായ മുഹമ്മദ് നബിയിലേക്ക് ഖുർആൻ ആദ്യം സ്വീകരിക്കുന്നത് മുഹമ്മദ് നബിയാണ്. ഇതാരാ കൊണ്ടുവന്നു കൊടുക്കുന്നത്? ആരാ? റൂഹുൽ ഖുദുസ് നസലുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. ആരുടെ അടുത്താണ് ഖുർആൻ വരുന്നത്? അള്ളാന്റെ അടുത്ത്. ആരിലൂടെയാ വരുന്നത്? ജിബ്രീലിലൂടെ. ഇവിടെ ശ്രദ്ധിക്കാം, ആരിലൂടെ വരുന്നത്? ജിബ്രീലിലൂടെ. ആർക്കാ കിട്ടണത്? മുഹമ്മദ് നബിക്ക്, ലോകത്തെ ഏറ്റവും വിശിഷ്ടനായ വ്യക്തിത്വത്തിന്, അഷ്റഫുൽ ഖൽഖിന്. ഏത് ഭാഷയിൽ ഇറക്കണത്? പറയും. അറബി ഭാഷയിൽ, ബിലിസാനിൻ അറബിയ്യിൻ മുബീൻ, സ്പഷ്ടമായ വ്യക്തമായ അറബി ഭാഷയില്. ഈ ഖുർആൻ ആദ്യം ഇറങ്ങണത് എവിടെയാ? പരിശുദ്ധമായ ലോകത്തെ ഏറ്റവും പരിപാവനമായ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ഭൂമിയായ മക്കയിൽ ഖുർആൻ ഇറങ്ങണത് എവിടെ? മക്കയിലാണ്. അള്ളാന്റെ അടുത്താണ് വരുന്നത്. ജിബ്രീലാ കൊണ്ടുവരുന്നത്. മുഹമ്മദ് നബിക്കാ കിട്ടുന്നത്. ഭാഷ അറബിയാണ്. ഇറങ്ങണത് മക്കയിലാണ്. ഇങ്ങോട്ടൊന്ന് ആലോചിച്ചൊക്കെ, അള്ളാന്റെ കിതാബ് ഇറക്കാൻ എടുത്ത രീതിയും ശൈലിയും അത്ഭുതമാണ്. ഇനി ഞങ്ങളോട് ചോദിക്കട്ടെ, ഈ ഖുർആൻ, നമ്മളെ കയ്യിലുള്ള ഖുർആനില്ലേ, ഇത് ലോകത്താദ്യമായിട്ട് കയ്യിലേന്തിയത് ആരറിയോ? 100 ചില്ലാനും ആയത്തുകളിലൂടെ അള്ളാഹു ഖുർആനിൽ പരിചയപ്പെടുത്തിയ സ്വഹാബ. സ്വർഗത്തിന്റെ അഹ്ലുകാരുടെ കയ്യിലേക്ക് ഖുർആൻ അള്ളാഹു ആദ്യം കൊടുത്തത്. അതാണ് ഓട്ടക്കാരണക്ക് വിലയില്ലാത്ത ഞാനും ഇങ്ങോട്ടും ഇപ്പൊ കൈ പിടിച്ചിരിക്കണത്. ആലോചിച്ചോക്കെ, എവിടുന്നാ അത് വരുന്നത്? ആരാത് കൊണ്ടുവന്നത്? ആരിലേക്ക് അത് എത്തിയത്? ഏത് പരിശുദ്ധ മണ്ണിലാ ഇത് ഇറങ്ങിയത്? ആരൊക്കെ ഇത് കൈകാര്യം ചെയ്തത്? ഈ ഖുർആൻ കൊണ്ട് ജീവിതത്തെ കെട്ടിപ്പടുത്തത് ആരാ? മഹത്തുക്കളായ സ്വഹാബത്താണ്. അവരെ കയ്യിൽ കിട്ടിയ, അവര് ഓതിയ, അവര് പഠിച്ച, അവര് കണ്ണ് നിറഞ്ഞ, അവരെ കൽബ് പടച്ച, അവര് ബോധരഹിതരായി വീണ ആയത്തുകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമുക്ക് എന്തെങ്കിലും ഭാവമാറ്റങ്ങൾ ഉണ്ടാകണ്ടോ? ഒന്നുമില്ല. കാരണം എന്താ, നമുക്ക് ഇതിന്റെ രീതി മനസ്സിലായിട്ടില്ല. എപ്പോഴും ഇത് നമ്മളിപ്പോ മനസ്സിലാക്കിയത് ഒരു വേദഗ്രന്ഥം. പണ്ട് ഏതോ ഒരാൾ പറഞ്ഞ മാതിരി, വേദം പഠിക്കാത്തത് എന്തോടോ മാനവ എന്നൊക്കെ ചോദിച്ചൊരു പാട്ട് പാടി. ഇപ്പൊ അതാ ഓർമ്മ വരുന്നത്. അങ്ങനത്തെ ഒരു പഠനത്തിനപ്പുറത്തേക്ക് നമ്മൾ എന്താക്കണില്ല, ഇത് കൽവിലേക്ക് ഇറങ്ങി വരണില്ല. ഇത് എന്താ ഈ ഖുർആൻ നമുക്കിപ്പോഴും മനസ്സിലാകണം. അതാ വലിയ പ്രശ്നം. അതുകൊണ്ടാണ് ഖുർആൻ ക്ലാസ് വെക്കുമ്പോൾ ആള് കുറയണതും മറ്റു ക്ലാസ് പഠിക്കാൻ ആളുകൾക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. ഞാൻ നിങ്ങളെ കുറിച്ച് പറഞ്ഞല്ലോ കേട്ടോ, മൊത്തത്തിലൊരു 10-15 കൊല്ലത്തെ എക്സ്പീരിയൻസ് കൊണ്ട് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ശരിക്കും മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. എന്നിട്ട് അള്ളാഹു പറഞ്ഞ വാക്കെന്തറിയോ? 2-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയാണ്, ഇന്നാ അൻസൽനാ ഇലൈക്കൽ കിതാബ ബിൽ ഹഖ്. ഇന്നാ, നിശ്ചയമായും നാം, അൻസൽന, ഒന്നും കൂടി അള്ളാഹു പറയാണ്, നാം ഇറക്കി, ഇലൈക്ക, ആർക്ക്? മുഹമ്മദ് നബിക്ക്, തങ്ങളിലേക്ക്. ഇലൈക്ക എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബിയിലേക്ക്. എന്താ ഇറക്കിയത്? അൽ കിതാബ. കിതാബ് എന്ന് പറഞ്ഞാൽ അൽ ഖുർആൻ. ഖുർആൻ ഇറക്കി. ബിൽ ഹഖി, ഹഖോടുകൂടി, സത്യത്തോടുകൂടി. നിശ്ചയമായും ഈ ഗ്രന്ഥം താങ്കൾക്ക് നാം ഇറക്കിയിട്ടുള്ളത് സത്യത്തോടു കൂടിയാണ്. വല്ലാത്തൊരു വാക്കാണത്. സത്യത്തോടു കൂടിയാണെന്ന് പറഞ്ഞാൽ എന്തറിയോ? നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. ഇതിലെ എല്ലാ വൃത്താന്തങ്ങളും സത്യസന്ധവും, വിധിവിലക്കുകളൊക്കെ നീതിപൂർവമാണ്. അഹ്കാമുഹു കുല്ലുഹ അദ്ലുൻ, എല്ലാം നീതിപൂർവമാണ്. എല്ലാം അഖ്ബാറുകളൊക്കെ എന്താണ്? സത്യസന്ധം. അഖ്ബാറുഹു സിദ്ഖുൻ വ അഹ്കാമുഹു അദ്ലുൻ. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അത് കൃത്യമായിട്ട് എടുത്തു കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ വിചാരിക്കും അത് ശൈഖുൽ ഇസ്ലാമിന്റെ ഖൗലല്ലേ? അല്ല. സുബ്ഹാനക അദീം. എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നിയെന്ന് വെച്ചാല്, അഹ്ലുസുന്നത്തിന്റെ ഇമാമിങ്ങളൊക്കെ ഒരു ഖായിദ പറയുമ്പോൾ ആ ഖായിദ ഒരു ആയത്തിനെയോ ഹദീത്തിനെയോ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും.
ഉദാഹരണത്തിന് ശൈഖുൽ ഇസ്ലാം പറഞ്ഞ ഈ പോയിന്റ് അല്ലേ, ഇത് പലരും പറഞ്ഞിട്ടുണ്ട്. ഈ പോയിന്റ് എവിടുന്ന നിങ്ങൾ വിശുദ്ധ ഖുർആനിലെ 41-ാം അധ്യായം സൂറത്ത് ഫുസ്സിലത്തിന്റെ 42-ാമത്തെ ആയത്താണ്. അതേപോലെ 11-ാം അധ്യായം സൂറത്ത് ഹൂദിന്റെ 1-ാമത്തെ ആയത്തിലും കാണാം. ഇത് പല ഭാഗത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ച കാര്യം. ഞാൻ ആദ്യം നിങ്ങൾക്ക് പറഞ്ഞുതരാം. വിശുദ്ധ ഖുർആനിലെ 41-ാമത്തെ അധ്യായം സൂറത്ത് ഫുസ്സിലത്ത് അതിന്റെ 42-ാമത്തെ ആയത്ത് എന്താ അതിനകത്തുള്ളത്? ലാ യഅതീഹിൽ ബാത്തിലു മിൻ ബൈനി യദൈഹി വലാ മിൻ ഖൽഫി തൻസീലും മിൻ ഹകീമിൻ ഹമീദ്. ആ ഖുർആനിന്റെ മുന്നിലൂടെയോ പിന്നിലൂടെയോ അതിലൊരിക്കലും അസത്യം വന്നെത്തൂല. ഇവിടെ എന്താ അല്ലാഹ് പറഞ്ഞത്? ബിൽ ഹഖീന, സത്യത്തോടു കൂടി ഇറക്കിയത്. അല്ലാഹ് പറയാ ഒരിക്കലും ബാത്തിൽ വരൂല. അത് എവിടുന്ന് ഇറങ്ങിയതാ? തൻസീലും മിൻ ഹകീമിൻ ഹമീദ്, ഹകീമും ഹമീദുമായ അല്ലാഹുവിന്റെ പക്കൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടത് എത്രയാ? അത് ഏത്? ഇപ്പൊ നമ്മളെ കയ്യിലുള്ള ഖുർആൻ. ഞാൻ ചോദിക്കട്ടെ മക്കളെ, ഇങ്ങോട്ട് നോക്കി മക്കളെ, നിങ്ങളിത് പഠിക്കുമ്പോ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ബോധം ഉണ്ടാകണ്ടോ? ഇത് അള്ളാന്റെ ഒക്കെ എന്നുള്ളതാണ് ആണോ? അങ്ങനെ ഉണ്ടോ? അങ്ങനെ ഇല്ലാതെ പഠിക്കണ അത്ര ആൾക്കാരുണ്ട്. ഈ ഖുർആനെ ഇത് അള്ളാന്റെ ഒക്കെ എന്നുള്ളതാണ് എന്ന ബോധത്തോടു കൂടി പഠിക്കുമ്പോഴേ നമുക്ക് അതിനോട് വല്ലാത്തൊരു ആത്മാർത്ഥത പുലർത്താൻ പറ്റും. കേൾക്കുമ്പോ ഇഖ്ലാസ് ഉണ്ടാവുള്ളൂ, താല്പര്യം ഉണ്ടാവുള്ളൂ. മറ്റേതിങ്ങനെ ഒരു കേവല കേൾവി മാത്രമായിട്ട് പോകും. ഒരിക്കലും അങ്ങനെ വരാൻ പാടില്ല. ഞാനിങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് വിഷമം തോന്നണ്ട, വിഷയം മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. അത് ചുരുക്കി പറഞ്ഞാല് ഒരു നിലക്കും ബാത്തിൽ കടന്നു വരാത്ത ഒരു ഗ്രന്ഥമാണെന്ത്? വിശുദ്ധ ഖുർആൻ. വിശുദ്ധ ഖുർആൻ ഒരു നിലക്കും ബാത്തിൽ കടന്നു വരാത്ത ഗ്രന്ഥമാണ്. ഈ ആയത്തിലും ഇതിന്റെ തുടക്കത്തിലെ ആയത്തും ഈ രണ്ടാമത്തെ നമ്മൾ വിശദീകരിക്കുന്ന ആയത്തിലും ഖുർആനിന്റെ ഫളലും ശറഫുമാണല്ലോ പറയുന്നത്. ഇത് മനസ്സിലാക്കാൻ 11-ാമത്തെ അധ്യായം സൂറത്ത് ഹൂദിന്റെ 1-ാമത്തെ ആയത്തോട് പഠിച്ചാൽ മതി. ഞാൻ കുറെ ആയത്തിന്റെ ഒക്കെപ്പാട് ഇവിടെ പറഞ്ഞു പോണില്ല, ചിലപ്പോ കൺഫ്യൂഷൻ ആവും. അലിഫ് ലാം റാ അല്ലാഹ് പറയാണ് കിതാബുൻ ഉഹ്കിമത് ആയാതുഹു ثم فصلت من لدن حكيم خبير. ഒരു പ്രമാണ ഗ്രന്ഥമത്രേ ഇത്. ഇതിലെ വചനങ്ങൾ ആശയഭദ്രതയുള്ളതാക്കപ്പെട്ടിരിക്കുന്നു, പിന്നീടത് വിശദീകരിക്കപ്പെട്ടിരിക്കുന്നു. അത് എവിടുന്നാ വന്നത്? ഹക്കീമും ഖബീറുമായ അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ളത് അത്രയതെന്നാണ്. ഹക്കീമും ഖബീറുമായവന്റെ, അതാണ് നേരത്തെ പറഞ്ഞത് ഹക്കീമും അസീസും ഹക്കീമുമായവെന്ന് പറഞ്ഞു. അപ്പോ ഓരോ സ്ഥലത്തും ഖുർആൻ അള്ളാന്റെ അടുത്തെന്ന് പറയുമ്പോൾ അതിന്റെ കൂടെ റബ്ബ് ഉപയോഗിച്ച പദങ്ങളാണ് ഈ പറഞ്ഞതൊക്കെ. ഒന്നും കൂടി അവന്റെ നാമങ്ങൾ വെച്ച് അല്ലാഹു തആല അതിനൊന്നുകൂടി ഉറപ്പിക്കണം. എന്നിട്ട് പിന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു ഫഅബ്ദുല്ലാഹ മുഖ്ലിസൻ ലഹുദ്ദീൻ. ആ പ്രയോഗത്തിന്റെ രീതി ഉണ്ടല്ലോ, അത് ഭാഷ പഠിക്കുമ്പോൾ വല്ലാത്തൊരു അത്ഭുതമാണ്, വല്ലാത്തൊരു. ഇത്തരം പ്രയോഗങ്ങൾ പലയിടത്തും കാണാം. ഏത്? ഇപ്പൊ നോക്കി, നിങ്ങൾ ഖുർആനെ കുറിച്ചാ പറഞ്ഞത്. 1-ാമത്തെ ആയത്തിലും 2-ാമത്തെ ആയത്തിന്റെ പകുതി വരെയും പറഞ്ഞത് ഖുർആനെ കുറിച്ചാണ്. അത് അള്ളാന്റെ ഒക്കെ എന്നുള്ളതാണ്. ഹക്കീമും അസീസും ഖബീറുമായവന്റെ പക്കൽ നിന്നുള്ളതാണ്. ഇതൊക്കെ പറഞ്ഞിട്ട് പിന്നെ പറയാണ് ഫഅബ്ദുല്ലാഹ മുഖ്ലിസൻ ലഹുദ്ദീൻ. ഫഅബ്ദുല്ലാഹ്, നീ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുക. ഫഅബ്ദ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് നീ ഇബാദത്ത് ചെയ്യുക അള്ളാഹുവിന്. കാരണം ഇത് അള്ളാഹിന്റെ അടുത്തുള്ളതാണ് ഗ്രന്ഥം. ഇത് അള്ളാഹ് നിനക്ക് തന്നതാണ്. ഇത് നിഅമത്താണ്, ഇത് റഹ്മത്താണ്, ഇത് ബറക്കത്താണ്, ഇത് നിന്റെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടാനുള്ളതാണ്. ഫഅബ്ദില്ലാ, അതുകൊണ്ട് നീ ഇബാദത്ത് ചെയ്യുക അള്ളാഹുവിന്. എങ്ങനെ ഇബാദത്ത് ചെയ്യണം? മുഖ്ലിസൻ, ഇഖ്ലാസോടുകൂടി. പച്ച മലയാളത്തിൽ ഇഖ്ലാസിന് എന്താ അർത്ഥം വെക്കുക? തനിച്ചാക്കിയ നിലയിൽ. നമ്മള് ആത്മാർത്ഥത എന്നൊക്കെ പറയും ശരിക്കും, അല്ലെ? ആ പറച്ചിൽ ലേശ ആത്മാർത്ഥത കുറവുണ്ട്. അർത്ഥം വെച്ചു കൊടുത്തു. എന്നാല് ഇംഗ്ലീഷിൽ പറഞ്ഞ പ്യുവർ എന്നതിന്റെ അർത്ഥം എന്താണ്? പ്യുവർ എന്ന് പറഞ്ഞാല് കലർപ്പില്ലാത്തത് എന്നാണ്. എന്താണ് കലർപ്പില്ലാത്തത്? ഇബാദത്ത് എങ്ങനെയാകണം? ഇഖ്ലാസ് ഉള്ളതാക്കണം എന്ന് പറഞ്ഞാൽ അതിനകത്ത് യാതൊരു കലർപ്പുമില്ലാത്തതാകണം. എന്തൊക്കെ കലർപ്പുണ്ട്? ഷിർക്കുണ്ട്, റിയാ ഉണ്ട്, സുംഅത്തുണ്ട്. അതായത് ലോകമാന്യത ഉണ്ടാവും, പ്രശസ്തി ഉണ്ടാവും, ഷിർക്കുണ്ടാവും. ഒന്നും വരാൻ പാടില്ല. ഇഖ്ലാസ് ഉള്ളതാകണം. ലഹുദ്ദീൻ,
കീഴ്വണക്കം അള്ളാഹുവിന് മാത്രമാക്കിക്കൊണ്ട് നീ അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യണമെന്നാണ്. അതുകൊണ്ട് കീഴ്വണക്കം അള്ളാഹ്ക്ക് മാത്രമാക്കിക്കൊണ്ട് നീ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണമെന്നാണ്. ഈ ഞാൻ പറഞ്ഞല്ലോ, ഈ പ്രയോഗം ഉണ്ടല്ലോ, ഇൻഷാ അല്ലാഹ് ഇതിനില്ല നമ്മൾ കുറച്ചും കൂടിയും സൂറത്തുകൾ ഇങ്ങനെ പഠിച്ചു വരുമ്പോൾ നമുക്ക് കുറച്ച് ബലാഗ അങ്ങനെ കുറച്ച് സാധനങ്ങൾ കൂടി ഇതിന്റെ കൂടെ ഫിറ്റ് ചെയ്യണ്ട്. അപ്പൊ നമുക്ക് ഈ പ്രയോഗം മനസ്സിലാവും. ഇത്തരം പ്രയോഗം പലയിടത്തും ഖുർആനിൽ കാണാൻ പറ്റും. ഉദാഹരണത്തിന് ഖുറൈശികളെ കുറിച്ച് പറഞ്ഞല്ലോ, ലി ഈലാഫി ഖുറൈശ് ഈലാഫിഹിം റിഹ്ലത്തശ് ശിതാഇ വസ്സൈഫ്. പിന്നെന്താ പറഞ്ഞ ഖുറൈശികൾ കൊടുത്ത നിയാമത്തൊക്കെ അള്ളടുത്ത് പറഞ്ഞു 2 ഓലെ ചരിത്രവും രീതിയും ഭൂമിയുടെ അവസ്ഥയും ഓല അനുഭവിക്കുന്ന സുഖവും മുഴുവൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞെന്താ? പിന്നെന്താ പറഞ്ഞ? ലഇലാഫി ഖുറൈശ് ഈലാഫിഹിം റിഹ്ലത്തശ് ശിതാഇ വസ്സൈഫ് ഫൽയഅബുദു റബ്ബ ഹാദൽ ബൈത്ത്. അല്ലേ? വല്ലാത്ത വാക്കാണ്. അത്തരൊരു പ്രയോഗം തന്നെ ഇവിടെ അള്ളാഹ് ഖുർആനെ കുറിച്ച് പറഞ്ഞു. ഖുർആൻ അള്ളാന്റെ ഒക്കെ എന്ന് പറഞ്ഞു. അതൊന്നും കൂടി വ്യക്താക്കി. എങ്ങനത്തവൻ ഹക്കീമും അസീസും ഖബീറുമായ അള്ളാന്റെ അടുത്തുനിന്നാണ്. ഫഅബ്ദുല്ലാഹ മുഖ്ലിസൻ ലഹുദ്ദീൻ. അതുകൊണ്ട് ആ അള്ളാഹ്ക്കുള്ള ഇബാദത്ത് എങ്ങനെ ആകണം? ഖാലിസായ നിലയിലാകണം. ഖാലിസായ നിലയിൽ. മുഖ്ലിസ് എന്ന് പറഞ്ഞാൽ അതിന്റെ തഫ്സീർ കാണാം. ഫഅബ്ദുല്ലാ, അതുകൊണ്ട് നീ അള്ളാഹനെ ആരാധിക്കണം. മുവഹിദൻ, അള്ളാഹ്ക്ക് മാത്രം അവനെ ഏകനാക്കിക്കൊണ്ട്. ലാ തുശ്രിക് ബിഹി ഷൈഅ, അവനിൽ ഒന്നിനെയും നീ പങ്കു ചേർക്കരുതെന്ന. ഇഖ്ലാസിന് തൗഹീദിന് പലപ്പോഴും ബദലായി ഉപയോഗിക്കാറുണ്ട് ഇഖ്ലാസ്. സൂറത്തുൽ ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ ശരിക്കും അങ്ങനെ സൂറത്ത് തൗഹീദാണ് ശരിക്കും. ഇവിടെ അതേ ശൈലിയാണ്. രണ്ടാമത്തത് ഇമാം സുദ്ദി റഹ്മഹുല്ലാഹ് പറഞ്ഞു അൽ ഇഖ്ലാസു ബിത്തൗഹീദ്. വളരെ കൃത്യം. അപ്പൊ ശരിക്ക് അള്ളാഹ്ക്ക് മാത്രമാക്കിക്കൊണ്ടെന്ന് പറഞ്ഞാൽ റുബൂബിയത്തിലോ ഉലൂഹിയത്തിലോ അസ്മാഇ വസിഫാത്തിലോ അവന് പങ്കു ചേർക്കാതെ ഇഫ്റാദുല്ലാഹി ബിൽ ഇബാദ, അള്ളാഹ്ക്ക് മാത്രം ഇബാദത്ത് ചെയ്തുകൊണ്ട് നീ എന്ത് ചെയ്യണം? അവന് കീഴൊതുങ്ങണം. ഫഅബ്ദുല്ലാഹ മുഖ്ലിസൻ ലഹുദ്ദീൻ. ഇനി ലഹുദ്ദീൻ എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും? ലഹു എന്ന് പറഞ്ഞാൽ അവന്, അള്ളാഹുവിന്. അദ്ദീൻ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ നമ്മൾ കീഴ്വണക്കെന്നൊക്കെ പറയും സാധാരണ. 2 തഫ്സീർ കാണാൻ പറ്റും. അദ്ദീൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു മാന ലഹു അത്വാഅ, അവന് വഴിപ്പെട്ടുകൊണ്ടെന്നാണ്. രണ്ടാമത്തത് അൽ ഇബാദ, അവന് മാത്രം ഇബാദത്തെടുത്തുകൊണ്ടെന്ന്. 2 ആശയമുണ്ട്. 2 ശരിയാണ്. അതായത് പൂർണ്ണമായി അള്ളാഹ്ക്ക് കീഴൊതുങ്ങണമെന്ന് അർത്ഥം. ചുരുക്കി പറഞ്ഞാല് ഇബാദത്തിൽ പെടുന്ന ഏത് കാര്യവും അള്ളാഹുവിനെ മാത്രം ഖാലിസാക്കി അർപ്പിക്കുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളിലൂടെയും പ്രവർത്തികളിലൂടെയും പഠിപ്പിച്ച അതേ രൂപത്തിൽ തന്നെ നിർവഹിക്കുകയും ചെയ്യണമെന്നാണ്. ഈ ആയത്തില് 2 കാര്യമുണ്ട്. ഫഅബ്ദുല്ലാഹ മുഖ്ലിസൻ ലഹുദ്ദീൻ എന്ന് പറഞ്ഞാൽ മുഖ്തസർ തഫ്സീലൊക്കെ കാണുന്നത് 2 ഉണ്ടാവണം അവിടെ. 1 ഇഖ്ലാസ് ഉണ്ടാകണം, 2 ഇത്തിബാഉ കൂടി ഉണ്ടാകണം. അപ്പോഴേ ഒരു കർമ്മം എന്താവുള്ളൂ? സ്വീകാര്യോഗ്യമാകും. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത് മനസ്സിലാക്കാൻ ഞങ്ങൾക്കൊരു ആയത്ത് കൂടി പറഞ്ഞുതരാം. എല്ലാവർക്കും അറിയണ ആയത്താണ്. 98-ാമത്തെ അധ്യായം സൂറത്തു അൽ ബയ്യിന. സൂറത്ത് ബയ്യിന നമ്മൾ പഠിച്ചിട്ടുണ്ടോ തോന്നുന്നുണ്ട്. അല്ലാഹു അലം, എനിക്ക് ഓർമ്മല്ല. തുടക്കത്തിൽ നമ്മൾ ചെറിയ സൂറത്തല്ല പഠിച്ചത്, അതിൽ പെട്ടതാണ്. അതിനകത്ത് 5-ാമത്തെ ആയത്ത് കാണാം. ഫഅബ്ദുല്ലാഹ മുഖ്ലിസൻ ലഹുദ്ദീൻ മനസ്സിലാക്കാനായി പറഞ്ഞിട്ട് ആ ഭാഗം മനസ്സിലാക്കാൻ. 5-ാമത്തെ ആയത്ത് എന്താ? വമാ ഉമിറൂ ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ ഹുനഫാഅ വയുഖീമുസ് സ്വലാത്ത വയുഅ്തുസ് സകാത്ത വദാലിക ദീനുൽ ഖയ്യിമ. ക്ലിയർ ആയില്ലേ? എന്താ പറഞ്ഞത്? കീഴ്വണക്കം അള്ളാഹുവിന് മാത്രമാക്കിക്കൊണ്ട്, തനിച്ചാക്കിക്കൊണ്ട്, ഖാലിസായ നിലയിൽ. അല്ലെ? അത് ഹനീഫിയത്ത്. ഹുനഫാ എന്ന് പറഞ്ഞ ശരിക്ക് മാഇലൻ അനിശ്ശിർക്കി ഖസ്ദൻ ഇല തൗഹീദ് എന്നാണ്. നമ്മൾ ഹുനഫാക്കൾക്ക് അർത്ഥം വെക്ക ഋജുമാനസരായ നിലയിൽ നിന്നൊക്കെയാണ്. അല്ലെ? നമ്മളെങ്ങനെ ഹനീഫിന് എന്താ അർത്ഥം പറയാ? ഋജുമാനസ് എന്നൊക്കെ അർത്ഥം വെക്കാം. എന്തെങ്കിലും തിരിഞ്ഞ ഞങ്ങൾക്ക്? ഒന്നും തിരിഞ്ഞില്ല. അതിന് മലയാളത്തിൽ കുക്കുട സാഹിത്യം എന്നാ പറയാ. അല്ല, നിങ്ങൾ ഇവിടെ അല്ലേ? പോയോ? കുക്കുട സാഹിത്യം എന്ന് പറഞ്ഞാൽ മനസ്സിലായി ഞങ്ങൾക്ക്? പണ്ട്
മുറ്റത്ത് ഉമ്മ ഒരു പരമ്പില് ഉണക്കട്ട്. കുട്ടിനോട് പറഞ്ഞു, കുട്ടിയെ നോക്കണം കേട്ടോ, കോഴി നെല്ല് നിന്ന് നോക്കണം എന്ന് പറഞ്ഞു. ഉമ്മ അപ്പുറത്ത് പണിക്കുപോയി. കോഴി വന്ന്, കുറെ കോഴികൾ വന്ന് നെല്ലിങ്ങനെ തിന്നുന്നുണ്ട്. അപ്പൊ കുട്ടി പറഞ്ഞു, അമ്മയെ കുക്കുടൻ ധാന്യം ഭുജിക്കുന്നു. അമ്മക്കൊന്നും മനസ്സിലായില്ല. കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോ ഉമ്മ നോക്കുമ്പോ കോഴി നെല്ലുന്നതാണ്. ഉമ്മ എന്ത് ചെയ്തു? കോഴിനെ ആട്ടി, കുട്ടിനെ ആട്ടി. ഇതുമെന്നുണ്ടായതാണ് കുക്കുട സാഹിത്യം. അത് പറഞ്ഞ ആൾക്കാർക്ക് മനസ്സിലാവില്ല അല്ലേ? എന്ന് പറഞ്ഞമാതിരി നമ്മൾ ചില പരിഭാഷകളൊക്കെ ഇത്തരം കുക്കുട സാഹിത്യമുണ്ട്. അതിൽപ്പെട്ട ഹെർജുമാനസരായ നിലയിൽ ഒന്നും മനസ്സിലാവില്ല. വായിച്ചങ്ങനെ പോവാൻ കുറെ കാലം ഒന്നും മനസ്സിലാവില്ല. ശരിക്ക് ഹനീഫ് എന്ന് പറഞ്ഞത് ഇബ്രാഹിം നബിയെ കുറിച്ച് പറഞ്ഞില്ല, ഹനീഫ മുസ്ലിമൻ അല്ലെ? എന്താ ഹനീഫ് എന്ന് പറഞ്ഞാൽ? ഹനീഫ് എന്ന് പറഞ്ഞാൽ തഫ്സീർ എന്താ? ഹനീഫ് എന്ന് പറഞ്ഞാൽ മാഇലൻ അനിശ്ശിർക്കി ഖസ്ദൻ ഇല തൗഹീദ് എന്നാണ്. അതായത് ഷിർക്കിൽ നിന്ന് പൂർണ്ണമായി മാറിയിട്ട് തൗഹീദിൽ അടിയുറച്ച അവസ്ഥക്കാണ് ഹനീഫ് എന്ന് പറയുന്നത്. അങ്ങനെ ഹനീഫായിക്കൊണ്ട് അള്ളാഹുവിനെ ആരാധിക്കാനും നിസ്കാരം നിലനിർത്താനും സക്കാത്ത് നൽകാനും അല്ലാതെ അവരോട് കൽപ്പിക്കപ്പെട്ടില്ല. അതാണ് നേരായ മാർഗം, ഖയ്യിമായ അള്ളാന്റെ ദീൻ എന്ന് അള്ളാഹു തആല പറഞ്ഞു. അതാണ് ഈ ആയത്തിന് തഫ്സീറായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്നുകൂടി ഉണ്ട്, സൂറത്ത് ബഖറയിലെ 163-ാമത്തെ ആയത്ത്. അത് നിങ്ങൾ പിന്നീട് ഇൻഷാ അല്ലാഹ് വായിച്ചാൽ മതി. തയ്യിബ്. എന്നിട്ട് പിന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല പറയണത് ഫഅബ്ദുല്ലാഹ മുഖ്ലിസൻ ലഹുദ്ദീൻ എന്ന് പറഞ്ഞിട്ട് പിന്നെ 3-ാമത്തെ ആയത്തിൽ അല്ലാഹ് പറഞ്ഞു അലാ ലില്ലാഹിദ്ദീനുൽ ഖാലിസ്. വീണ്ടും അലാ ലില്ലാഹിദ്ദീനുൽ ഖാലിസ്. അലാ എന്ന് പറഞ്ഞെന്താ? അല സാധാരണ നമ്മൾ എന്താ അല എന്ന് പറഞ്ഞ? അല എന്ന് പറഞ്ഞാല് ശ്രദ്ധിക്കുക, അറിയുക എന്നൊക്കെയാണ് പറയാ അല്ലെ? അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ആ പ്രയോഗം കുറെ കാണാം. അല എന്നുള്ള പ്രയോഗം കുറെ കാണാം. അറിയുക, ശ്രദ്ധിക്കുക. ലില്ലാ, അള്ളാഹുവിനെ മാത്രം. അദ്ദീൻ, ദീന് കീഴ്വണക്കം, അല്ലെങ്കിൽ എന്താണ് ഇബാദത്ത് അള്ളാഹ്ക്ക് മാത്രം. എങ്ങനത്തെ? അൽ ഖാലിസ്. നേരത്തെ പറഞ്ഞത് ഒന്നുകൂടി ആവർത്തിക്കുക. ശുദ്ധമായ, ഇഖ്ലാസുള്ള, തനിച്ചായ, പ്യുവറായ, ഒരു കലർപ്പില്ലാത്ത. അതായത് അറിയണം, അള്ളാഹ്ക്ക് മാത്രമുള്ളതാണ് ശുദ്ധമായ കീഴ്വണക്കം. അള്ളാഹ്ക്ക് മാത്രമുള്ളതാണ് ശുദ്ധമായ കീഴ്വണക്കം. അപ്പൊ ഇബാദത്തും ത്വാഅത്തും ഒക്കെ അള്ളാഹ്ക്ക് മാത്രമുള്ളതാണെന്ന് അറിയണം എന്നാണ് അതിന്റെ വായന. അതായത് അവൻ ഏകനാണ്, അവന് യാതൊരു ശരീക്കുമില്ല, കുഫുവില്ല, നിദ്ദില്ല, മിഥിലില്ല. അവൻ ഒരേ ഒരുവനാണ്. ഈ ആയത്തിന് ഈ ഭാഗത്ത് പറയുമ്പോ എന്താണ് ഇവിടെ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നറിയോ? തഫ്സീറിൽ കാണാം, ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ്. ഇമാം ഖത്താദ റഹ്മഹുല്ലാഹ് പറയാണ്. അതുപോലെ ഹസനുൽ ബസ്രി റഹ്മഹുല്ലാഹ് പറഞ്ഞു, ശുദ്ധമായ അള്ളാഹ്ക്ക് മാത്രമുള്ളതാണ് ശുദ്ധമായ കീഴ്വണക്കം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇസ്ലാം എന്നാണ്. അപ്പൊ രണ്ടും ശരിയാണ്, രണ്ടും ശരിയായ വിശദീകരണമാണ്. ശരി. എന്നിട്ട് പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാ വല്ലദീന യാതൊരുത്തം ഇത്തഖദൂ അവർ സ്വീകരിച്ചു മിൻ ദൂനിഹി അല്ലാഹനെ കൂടാതെ. എന്തിനെ സ്വീകരിച്ചു? ഔലിയാക്കളെ സ്വീകരിച്ചു. ഇവിടെ ഔലിയാക്കൾക്ക് നമ്മൾ കാര്യകർത്താക്കൾ എന്നൊക്കെ മലയാളത്തിൽ അർത്ഥം പറയില്ല, കുറച്ചും കൂടി സൂക്ഷ്മമായി പറയാതാണ്. ഔലിയാക്കൾ, കാര്യകർത്താക്കളെ അവർ അള്ളാഹ്ക്ക് പുറമെ സ്വീകരിച്ചിട്ടുള്ളവരാകട്ടെ. ഇവിടെ എന്താണ് ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ? യഅനി ആലിഹത്തൻ യഅബുദൂനഹാ എന്നാണ്. പിന്നെ നമ്മൾ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാല്, ഇവിടെ അള്ളാഹ്ക്ക് പുറമെ ഔലിയാക്കളെ സ്വീകരിച്ചിട്ടുള്ളവർ എന്ന് പറഞ്ഞാൽ, ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് യഅനി അൽ അസ്നാം എന്നാണ്, വിഗ്രഹങ്ങൾ. ഇമാം ബഗവി റഹ്മത്തുള്ളാഹി കൊടുത്ത തഫ്സീർ അങ്ങനെ, അസ്നാം. ഇനി അതിന് പുറമെ വേറെയുണ്ട് ഉസൈർ, ഈസ, മലായിക, മലക്കുകളെ, ഉസൈറിനെ, ഈസയെ ഒക്കെ അള്ളാഹ്ക്ക് പുറമെ ഔലിയാക്കളായി സ്വീകരിച്ചവർ. അല്ലെങ്കിൽ ആലിഹത്തൻ, ഇലാഹുകളായി യഅബുദൂന. എന്നിട്ട് എന്ത് ചെയ്യാണ്? അവക്ക് എന്ത് ചെയ്യാണ്? ആരാധന നിർവഹിക്കാം. അത് വിഗ്രഹങ്ങളാകാം. വിഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു മരത്തടിയോ അല്ലെങ്കിൽ കല്ലോ കൊണ്ടുവെക്കലല്ല. പിന്നെ അതിന്റെ പുറകിൽ ഒരു രൂപമുണ്ട്. ആ രൂപത്തിന്റെ പുറകിൽ
ഒരു പ്രതിനിധീകരിക്കുന്ന ഒരാളുണ്ട്. ഒന്ന് ഇബ്രാഹിം നബി ആകാം, അല്ല ഇസ്മായിൽ നബി ആകാം, ലാത്തയാകാം, ഉസ്സയാകാം, ഹുബലാകാം. നമ്മുടെ നാട്ടില് പല രൂപങ്ങളുള്ളതുപോലെ തന്നെ ആ കാലഘട്ടത്തിൽ അതിന് പുറകിൽ അവർ പ്രതിനിധീകരിക്കുന്ന ചില ആളുകൾ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ മലക്കാകാം, ഈസാ നബിയാകാം, ഉസൈർ നബിയാകാം. എന്നിട്ടോ അവര് പറയും മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ. മാ നഅ്ബുദുഹും, നാം അവരെ ആരാധിക്കുന്നില്ല. അഥവാ ഈ മരത്തിന്റെയോ അല്ലെങ്കിൽ കല്ലിന്റെയോ രൂപത്തിൽ കൊത്തി ഉണ്ടാക്കപ്പെട്ട മഹാത്മാക്കളുടെ രൂപത്തെ അഥവാ മഹാത്മാക്കളെ നാം ആരാധിക്കുന്നില്ല. ഇല്ല, അല്ലാതെ. എന്തിനല്ലാതെ? ലിയുഖർരിബൂന, ആ മഹാത്മാക്കൾ, ഉദാഹരണം ഇബ്രാഹിം നബി, അവർ നമ്മെ അടുപ്പിക്കാനല്ലാതെ. എവിടേക്ക്? ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക്. അല്ലെങ്കിൽ അവിടെയുള്ളത് ആരാ? ആ വിഗ്രഹത്തിനെ പ്രതിനിധീകരിക്കണ ആരാ? ഹുബലായിരിക്കാം, അല്ലെങ്കിൽ ഉസ്സയായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മഹാനായിരിക്കാം. ആ മഹാൻ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാനല്ലാതെ സുൽഫൻ, ഒരടുപ്പം. ഈ മുശ്രിക്കുകളോട് ഇത് തെറ്റാണ്, ഇത് കുഫറാണ്, ഇത് ശിർക്കാണ്, ഇത് പാടില്ല, നിങ്ങളെല്ലാം അള്ളാഹിനോട് മാത്രമേ പറയാവൂ, അള്ളാഹ്ക്ക് മാത്രമേ ഇബാദത്ത് സമർപ്പിക്കാവൂ എന്ന് പറയുമ്പോൾ അവർ പറയും, ഞങ്ങൾ എന്തിനാണ് ഈ മഹാത്മാക്കളെ വിളിക്കുന്നത്, മഹാത്മാക്കളോട് തേടുന്നത്, അവർക്ക് നേർച്ചയും വഴിപാടുകളും അർച്ചനകളും അർത്ഥനകളും ഉപാസനകളും സമർപ്പിക്കുന്നത്? മാ നഅ്ബുദുഹും, നാം അവരെ ആരാധിക്കുന്നില്ല. ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫ, എന്തിനു വേണ്ടിയല്ലാതെ. എന്തിനാണ് ഒരു വിഗ്രഹത്തിന് നേർച്ച സമർപ്പിക്കുന്നത്? ആ വിഗ്രഹത്തെ പ്രതിനിധീകരിക്കുന്ന മഹാൻ അള്ളാഹുവിങ്കിലേക്ക് ഞങ്ങളെ ഒരടുപ്പം അടുപ്പിച്ചു തരാനല്ലാതെ. അപ്പൊ ശരിക്കും ആലോചിച്ചൊക്കെ നിങ്ങള്, ഇടയാളനെ സ്വീകരിക്കുന്നത്, മഹാത്മാക്കളോട് തേടുന്നത് എന്തിനാണ്? അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. 1400 വർഷങ്ങൾക്ക് മുമ്പുള്ള മക്കത്തെ മുശ്രിക്കിന്റെ വാദം 1400 വർഷങ്ങൾക്കിപ്പുറം കേരളത്തിന്റെ പല ഭാഗത്തും നമ്മൾ കേൾക്കാനിടയാകണം. സമാനമായ ആശയം, ഒരു വ്യത്യാസമല്ല, വള്ളിപുള്ളി വ്യത്യാസമല്ലാത്ത ഒരു വ്യത്യാസമുള്ളൂ. അവര് പറയും അത് മുശ്രിക്കുകൾ വിഗ്രഹങ്ങളായിരുന്നു, ഞങ്ങള് മഹാന്മാരെയാണ്. അപ്പൊ പിന്നെ ഉറപ്പായി, ഞങ്ങൾ എന്തിനാ മഹാനോട് തേടുന്നത്? ഈ മഹാൻ അള്ളാന്റെ അടുത്ത് ഞങ്ങളെ കാര്യം നടത്തി തരും. ഇതന്നെ മക്കത്തെ മുശ്രിക്കിന്റെ വിശ്വാസം. ദഖീദിന്റെ ഗ്രന്ഥങ്ങളൊക്കെ പഠിപ്പിക്കുന്നിടത്ത് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ നേരത്തെ ഇവിടെ പഠിച്ച കശ്ഫ് ശുബഹാത്ത് പോലുള്ള ചില ഗ്രന്ഥങ്ങൾ പഠിച്ചപ്പോൾ അവിടെ നമ്മൾ പഠിച്ചതിന്റെ മത്തനിൽ പോലും കാണാം. ചുരുക്കത്തിൽ മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫ എന്ന് പറഞ്ഞ 2 കാര്യങ്ങളാണ്. എന്താ 2 കാര്യങ്ങൾ? ഒന്ന്, റബ്ബല്ലാത്തവരെ അവർ ആരാധിക്കുന്നു. അതിൽ മലക്കുകളുണ്ട്, നബിമാരുണ്ട്, ഔലിയാക്കന്മാരുണ്ട്. രണ്ടാമത്തെ കാര്യം, എന്തിനാണ് അവർ ആരാധിക്കുന്നത്? ആരാധിക്കുക എന്ന് പറഞ്ഞാല് ഈ വിഗ്രഹങ്ങൾക്ക് നിങ്ങളോട് തേടുന്നതും അവരോട് സഹായം ചോദിക്കുന്നതും അവരോട് പ്രാർത്ഥിക്കുന്നതും ഒക്കെ എന്തിനാണ്? അള്ളാഹുവിങ്കിലേക്ക് ഇവ ഞങ്ങളെ അടുപ്പിക്കുന്നതിന് വേണ്ടി, ഖുർബത്തിന് വേണ്ടി, തഖർറുബിന് വേണ്ടിയാണ്. ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫ. അങ്ങനെ പറഞ്ഞാൽ അതായത് ഇല്ലാ ലിയശ്ഫഉ ലനാ ഇലല്ലാഹ്, അള്ളാഹിന്റെ അടുത്ത് ഞങ്ങൾക്ക് ശുപാർശക്കാരാകാൻ വേണ്ടിയാണെന്നാണ്. അതന്നല്ലേ എന്ത്? എന്നെ പേടിച്ചവർ ഇതും പേടിക്കേണ്ട, എന്നെ പേടിച്ചോർക്ക് ഞാൻ കാവലെന്നോവർ. കേട്ടില്ല നിങ്ങള്? നമ്മള് മറന്നതാണ്. ഇപ്പൊ നിങ്ങക്ക് പാടുമ്പോ എവിടെ കേട്ട പോലെ ഉണ്ടല്ലോ തോന്നുന്നുണ്ടാവും അല്ലെ? അതിന്റെ ഒരു പുതിയ വെർഷനാണ്, അതിന്റെ പുതിയൊരു രീതിയാന്ന് മാത്രം. അന്നവർ അങ്ങനെ പറഞ്ഞു, ഇന്നവരിങ്ങനെ പറയുന്നു മാത്രം. ഓക്കെ, ഇത് ഞങ്ങൾ ഉണ്ടാവും തന്നെയാണ്. സുൽഫ എന്ന് പറഞ്ഞാൽ ശരിക്കും ഇവിടെ എന്താ പറയുക? സുൽഫ എന്ന് പറഞ്ഞാൽ അടുപ്പെന്നല്ലേ? അതായത് അൽ ഖുർബാനാണ്, ഖുർബത്ത്. അതാണ് സാമീപ്യം ഉണ്ടാക്കാൻ, തഖർറുബ്. അതായത് ഒന്നുകൂടിയും അടുപ്പിച്ചു തരാൻ വേണ്ടിയിട്ട്. ഈ ആയത്തിനെ തന്നെ വിവരിക്കുന്നിടത്ത് വീണ്ടും കാണാം, ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫ, അള്ളാന്റെ അടുത്തേക്ക് ഞങ്ങളെ അടുപ്പിക്കാൻ വേണ്ടിയാണ് ഞങ്ങളവരെ ആരാധിക്കുന്നത് പറഞ്ഞാൽ അതായത് ലിയശ്ഫഉ ലനാ വയുഖർരിബൂനാ ഇൻദഹു മൻസിലതനാ. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി കൊടുത്ത തഫ്സീർ അങ്ങനെ. അള്ളാന്റെ അടുത്ത് ഞങ്ങൾക്ക് ശഫാഅത്തിന് വേണ്ടിയാണ്, അവന്റെ അടുത്ത് ഞങ്ങൾക്ക് ഒരു സ്ഥാനം, ഒരു മൻസിലത്ത്, അതിലേക്ക് ഒരു എന്താ പറയാ, ഒരു സ്ഥാനത്തേക്ക് ഞങ്ങൾ അടുപ്പിക്കുന്നതിന് വേണ്ടി. അത് ചുരുക്കി പറഞ്ഞാൽ ഞങ്ങൾ ഇബാദത്ത് എടുക്കുന്നത് എന്തിനാണെന്നറിയോ? ശഫാഅത്തിനും അടുപ്പത്തിനും വേണ്ടി മാത്രമാണെന്നാണ്. ഏതാ ഇബാദത്ത്? നേർച്ച. ഏതാ ഇബാദത്ത്? ബലി. ഏതാ ഇബാദത്ത്? സത്യം ചെയ്യൽ. ചുരുക്കി പറഞ്ഞാല് ഇതൊക്കെ ഞങ്ങൾ ചെയ്യണ എന്തിനാണ്? മക്കത്തെ മുശ്രിക്കുകൾ പറയണെന്താ? ഞങ്ങള്
ഇവന്മാര് ഈ ഔലിയാക്കന്മാരെന്ന് പറയുന്നവര് ഞങ്ങൾ അള്ളാന്റെ അടുത്ത് കടുപ്പിക്കുന്നതാണ്. അതിനാണ് വിശുദ്ധ ഖുർആനിലെ 10ാം അധ്യായം സൂറത്ത് യൂനുസിന്റെ 18ാമത്തെ ആയത്തിൽ പറഞ്ഞത് വയഅ്ബുദൂന മിൻ ദൂനില്ലാഹി മാ ലാ യദുർറുഹും വലാ യൻഫഉഹും. അള്ളാഹ്ക്ക് പുറമെ ഉപദ്രവമോ ഉപകാരമോ ചെയ്യാത്തതിനെ, അവർക്ക് ഉപദ്രവമോ ഉപകാരം ചെയ്യാത്തതിനെ അവരെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവര് പറയുന്നറിയോ വയഖൂലൂൻ, അവര് പറയും ഹൗലാഇ ശുഫആഉന ഇൻദല്ലാഹ്. ഇവർ ഞങ്ങളെ ആരാധിക്കുന്നവർ, ഇവര് അള്ളാന്റെ അടുക്കൽ ഞങ്ങൾക്കുള്ള ശുപാർശക്കാരാണ് എന്നവര് പറയുകയും ചെയ്യും. അതായത് ശുഫആഉന ഫിൽ ആഖിറ, ശുഫആഉന ഇൻദല്ലാഹ് എന്ന് പറഞ്ഞതാണ്. ഇല്ലാരി യുഖർരിബൂന ഇലല്ലാഹി സുൽഫ എന്ന് പറഞ്ഞെന്താ? ശുഫആഉന ഫിൽ ആഖിറ. ഖലഹു അബൂ സ്വാലിഹിൻ അൻ ഇബ്നു അബ്ബാസിൻ വമുഖാതിൽ റഹിമഹുമുല്ലാഹ് റളിയല്ലാഹു അൻഹും വറഹിമഹുമുല്ലാഹു റഹ്മത്തൻ വാസിയ. മഹത്തുക്കളൊക്കെ പറഞ്ഞത് അങ്ങനെയാണ്, ഞങ്ങൾക്ക് ആഖിറത്തിൽ ശുപാർശ കിട്ടാനാണ്. ശഫാഅത്തിനെ കുറിച്ച് പഠിക്കുമ്പോഴൊക്കെ നമ്മൾ പഠിക്കുന്ന സംഗതി അതാണ്. എന്ത്? ഇവര് ഈ രീതിയിലുള്ള ശിർക്കൊക്കെ ചെയ്യണത് അള്ളാന്റെ അടുക്കൽ മഹാന്മാർ ഞങ്ങൾക്ക് ശഫാഅത്ത് ചെയ്യുമെന്ന നിലക്കാണ്. അതുകൊണ്ടാണ് മഹാന്മാർ ചോദിക്കണം. അത് തന്നെയാണ് ആധുനിക കാലത്തുള്ള ശിർക്കിന്റെ വക്താക്കളും പറയുന്നതും കാണിക്കുന്നതും ന്യായീകരിക്കുന്നതും വ്യാഖ്യാനിക്കുന്നതും ഒക്കെ തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ശിർക്കിൽ നിന്നും ശിർക്കിന്റെ വാദങ്ങളിൽ നിന്നും അതിന്റെ അൻവാഉകളിൽ നിന്നും അഖ്സാമുകളിൽ നിന്നും ഒക്കെ നമ്മളൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇത്ര മതി, നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ബാക്കി ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാവുന്നതാണ്. ഏകദേശം ജമാഅത്തിന്റെ സമയമായി തുടങ്ങിയത്, അതുകൊണ്ട് നമുക്കൊന്ന് ഓതിയിട്ട് ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കാം. പിന്നെ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാകാതെ പോയിട്ടുണ്ടോ അതോ എന്തെങ്കിലും സംശയം ഉണ്ടോ? പറഞ്ഞതിലെന്തെങ്കിലും സംശയം ഉണ്ടോ? ഇല്ലല്ലോ, ക്ലിയർ ആയില്ലേ? നിങ്ങൾ ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ലാറാണ് കേട്ടോ. ഉണ്ടെങ്കിൽ ഉണ്ട് പറഞ്ഞാൽ ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറയണം. ഓക്കെ, ഒന്ന് ഓതിയിട്ട് അവസാനിപ്പിക്കാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. تنزيل الكتاب من الله العزيز الحكيم. إنا أنزلنا إليك الكتاب بالحق فاعبد الله مخلصا له الدين. ألا لله الدين الخالص والذين اتخذوا من دونه أولياء ما نعبدهم إلا ليقربونا إلى الله زلفى إن الله يحكم بينهم فيما هم فيه يختلفون. إن الله لا يهدي من هو كاذب كفار. الله فيكم جميعا. اللهم ارحمنا بالقرآن، اللهم ارحمنا بالقرآن، اللهم ارحمنا بالقرآن. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صل وسلم على نبينا محمد. كفارة المجلس. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.